ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThing. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ പേസ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ പേജ് 18-ലെ 5ഉം 6ഉം 7ഉം ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ചോദ്യം വായിക്കാം. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance travelled in time t seconds is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which the speed is increasing? ഇതുപോലൊരു ചോദ്യം നമ്മൾ മുൻപത്തെ എക്സസൈസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യും എയുമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ റിലേഷൻ മാത്രം വ്യത്യാസമുണ്ട്. ഇവിടെ ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്നുള്ള റിലേഷനാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള റിലേഷനാണ്. നമ്മളെ കണക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം. 5ാമത്തെ ചോദ്യം നമ്മൾ വായിച്ചതാണ് അല്ലേ? അപ്പം എന്താണ്? ഓബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ സ്പീഡ്, ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആരംഭത്തിലുള്ള സ്പീഡ്. ഇനീഷ്യൽ സ്പീഡ് ഈസ് u മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. യാത്ര ചെയ്യുക നേർരേഖയിൽ. ഇപ്പോൾ ഒരു വളവും തിരിവൊന്നുമില്ല. ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് സ്പീഡ് ഇൻക്രീസസ് കൂടുകയാണ്. അറ്റ് ദ റേറ്റ് ഓഫ്, ഓരോ സെക്കൻഡിലും കൂടുന്നു. അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് കൂടുകയാണ്. അറ്റ് എവരി സെക്കൻഡ്. പിന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഗിവൺ ബൈ ആൻ ഇക്വേഷൻ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം t seconds is given by ut plus half at square. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫിസിക്സിൽ. s is equal to ut plus half at square. ഇനീഷ്യൽ വെലോസിറ്റി, അക്സലറേഷൻ എന്ന ത്വരണം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് വേണം നമുക്ക് ചെയ്യേണ്ടത്. എക്സും വൈ ഒന്നും എടുക്കേണ്ട കാര്യം ഇല്ല. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds ഈസ് 10. അപ്പോൾ when distance is 10 meter, time taken equals 2 seconds. When the distance also given that the distance travelled in 4 seconds is 28 meters. Distance is equal to 28 meter. Time taken equals 4 seconds. അപ്പം ഡിസ്റ്റൻസ് നമുക്ക് ഉണ്ട്, ടൈമും ഉണ്ട്. നമുക്ക് യും എയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡ്, ഇനീഷ്യൽ സ്പീഡും എന്താണ് റേറ്റ് ഓഫ് സ്പീഡാണ് എന്ന് പറയുന്നത്. അപ്പം ഇത് യും എയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് സൈഡിൽ എഴുതിയ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പം when the distance is 10, time taken is 2 seconds. അപ്പം u into time 2 plus half into a into time എത്ര? 2 square. That is 10 is equal to 2 into a, not a, 2 into u, 2u plus half a into 2 square നമ്മൾ 2 into 2. അതൊരു 2 കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പം നമുക്ക് 10 is equal to 2u plus 2a എന്ന് കിട്ടും. ഇതെല്ലാം 2 കൊണ്ട് ഈ ഇക്വേഷനിൽ എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ കിട്ടും. u plus
എഴുതാം ഡിവൈഡിങ് ബൈ ടു എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പം ഡിവൈഡിങ് ബൈ ടു. അപ്പോൾ 10/2 5, 2/2 1, that is u, 2/2 a, that is u plus a equals 5. ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് 28 ഈക്വൽസ് എന്താണ്? ടൈം എത്ര? 4. u ഇൻറ്റു 4 അങ്ങനെ എഴുതാം. u ഇൻറ്റു 4 പ്ലസ് ഹാഫ് a ഇൻറ്റു 4 സ്ക്വയർ, ദറ്റ് ഈസ് 28 ഈക്വൽസ് 4u പ്ലസ് ഹാഫ് a ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4, 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. 28 ഈക്വൽസ് 4u പ്ലസ് 4 ഇൻറ്റു 2 8a എന്ന് കിട്ടും. ഇത് നമുക്ക് എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറിയൊരു ഇക്വേഷൻ ആക്കാം. സിംപ്ലിഫൈ ചെയ്ത് സ്മോളർ വൺ ആക്കാം. ഡിവൈഡിങ് ബൈ 4. അപ്പോൾ എന്ത് കിട്ടും? 28. അപ്പോൾ ഞാൻ 4 എഴുതി കാണിച്ചു തരാം. 28/4, 4u/4 നേരത്തെ കാണിച്ചു തന്നില്ല, പറഞ്ഞതേ ഉള്ളായിരുന്നു. 8a/4 എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 7 ഈക്വൽസ് ഇവിടെ 4 2 ടൈംസ് u പ്ലസ് 2a എന്ന് കിട്ടും. തിരിച്ചെഴുതാം. u പ്ലസ് 2a ഈക്വൽസ് 7. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം എന്താണ് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വാല്യൂ കൊടുത്ത് നമുക്ക് യുവിൻ്റെയും എയുടെയും വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഒന്നുകൂടി u പ്ലസ് a ഈസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സബ്ട്രാക്ട് ചെയ്യുക. അപ്പം മൈനസ് മൈനസ് മൈനസ്, ചേഞ്ച് ദ സൈൻ ആൻഡ് ആഡ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും. 2a മൈനസ് a 7 മൈനസ് 5 2, a ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്? സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ച്, ആദ്യത്തേൽ നിന്ന് രണ്ടാമത്തത് കുറച്ച് വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഞാനിവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ എഴുതി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആദ്യത്തെയും കൂടെ താഴെ കൊണ്ടുവന്ന് സോൾവ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എ കിട്ടി. നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ യുവും കിട്ടത്തില്ലേ? മനക്കണക്കായിട്ട് തന്നെ പറയാം. 2 3 5. u പ്ലസ് a ഈസ് ഈക്വൽ ടു 5, u പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5. therefore u ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ യുവും എയും കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? സ്റ്റാർട്ടിങ് സ്പീഡ്, റേറ്റ് ഓഫ് സ്പീഡ് രണ്ടും കിട്ടി. സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് പറയുന്നതാണ് u, ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് സ്പീഡ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്പീഡ് u 3 മീറ്റർ പെർ സെക്കൻഡ് എന്നും റേറ്റ് ഓഫ് സ്പീഡ് a 2 മീറ്റർ പെർ സെക്കൻഡ് എന്നും കിട്ടി. അതായത് എന്താണ്, തുടക്കത്തിലെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡായി, പിന്നെ ഓരോ സെക്കൻഡിലും 2 മീറ്റർ വീതം കൂടി. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ആറാമത്തെ ചോദ്യം. A 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digit is 9 more than 4 times the sum of the digit. What is the number? Interchanging നേരത്തെ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. A 2-digit number is equal to 6 times the sum of the digit. അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ് രണ്ടക്ക സംഖ്യ. The number got by interchanging the digit. അക്കങ്ങളുടെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ 9 more than 9 കൂടുതലാണ് ഏതിനേക്കാൾ 4 times the sum of the digit. സം ഓഫ് ദ ഡിജിറ്റിൻ്റെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ് എങ്കിൽ സംഖ്യ ഏതാണ്? ഓക്കെ. ആറാമത്തെ ചോദ്യം വായിച്ചിട്ട് മനസ്സിലായായിരുന്നോ?
a two-digit number. Let the two-digit number be 10x plus y. നമ്മൾ നേരത്തെ കണക്കിൽ ചെയ്തായിരുന്നു. Where x is in the tens place, y is in the unit place. Where x is in the tens place, അതാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പം ഹൺഡ്രഡ്സ് പ്ലേസ് ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. y is in the യൂണിറ്റ് പ്ലേസ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും കാണാത്ത. യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് പ്ലേസ്. അപ്പം നമുക്ക് നമ്പർ കിട്ടി. നമ്പർ ഈക്വൽസ് 10x പ്ലസ് y. ഇനി നമുക്ക് സം ഓഫ് ദ ഡിജിറ്റ് കൂടെ ഉണ്ട്. സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഒന്നും ആഡ് ചെയ്യത്തില്ല, എക്സും വൈയും മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അക്കങ്ങൾ 54 എന്ന് പറഞ്ഞൊരു അക്കം ഉണ്ടെങ്കിൽ 5ഉം 4ഉം കൂട്ടും. സം ഓഫ് ദ ഡിജിറ്റ്സ് ഈക്വൽസ് എക്സ് പ്ലസ് വൈ. പിന്നെ ഇതിൻ്റെ അകത്ത് അക്കങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇൻ്റർചേഞ്ച് നമ്പർ കൂടി നമുക്ക് എഴുതാം. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. ഇൻ്റർചേഞ്ച് നമ്പർ. നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം എക്സ് ഈസ് ഇൻ ദ എന്താണ് യൂണിറ്റ് പ്ലേസ് ആൻഡ് വൈ ഈസ് ഇൻ ദ ടെൻസ് പ്ലേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം 10y പ്ലസ് എക്സ്. ഇത്രയും എഴുതിയതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് ഇക്വേഷൻ ഫോം ചെയ്യാം. According to the given information എന്താണ് പറയുന്നത്? A two-digit number is equal to, അപ്പം 2-digit നമ്പർ എഴുതുക. നമ്മുടെ ആദ്യത്തെ നമ്പർ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു ഈക്വൽസ് 6 times the sum of the digit. Sum of the digit x plus y ൻ്റെ 6 times 6 into x plus y. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 10x പ്ലസ് y is equal to 6 into x, 6x plus 6 into y, 6y. ഇത് നമ്പേഴ്സ് ഒന്നും ഇല്ല, കോൺസ്റ്റന്റ് ടേംസേ ഉള്ളൂ, വേരിയബിൾ ടേംസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു സൈഡിൽ കൊണ്ടുവരാം. ഇതിനെല്ലാം ഒരു സൈഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ഓൾസോ ചേഞ്ചസ്. സി 10x മൈനസ് 6x ദറ്റ് ഈസ് 4x പ്ലസ് y മൈനസ് 6y. പ്ലസ് y എന്ന് പറയുമ്പോൾ 1y, 1 നിന്ന് 6 കുറച്ചാൽ -5 മൈനസ് 5y ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്ത ഡിജിറ്റ് നമുക്കറിയാമല്ലോ. എന്താണ്? 10y പ്ലസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 more than 9 plus, more than means plus, 9 more than 4 times the sum of the digit, 4 times x plus y. മനസ്സിലായോ? ഇൻ്റർചേഞ്ച് നമ്പർ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. ആ നമ്പർ ഈക്വൽ ടു 9 more, more means plus, 4 times sum of the digit. ഇനി ഓപ്പൺ ദ ബ്രാക്കറ്റ്. 10y plus x is equal to 9 plus 4 into x, 4x plus 4 into y, 4y. എക്സും വൈയും ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവരിക. 9 അവിടെ തന്നെ ഇരിക്കട്ടെ. 10y പ്ലസ് എക്സ് പുറത്ത് വരുമ്പോൾ -4x മൈനസ് 4y ഈക്വൽ ടു 9. ഇവിടെ നോക്കിക്കേ. എക്സ് മൈനസ് 4x എത്ര വരും? -3x എന്ന് വരും. ഒരു എക്സ് ചെയ്യുന്ന 4x കുറച്ചാൽ -3x.
10y മൈനസ് 4y 6y എന്ന് കിട്ടും ഈക്വൽ ടു 9. ഇതെല്ലാം നോക്കിയാൽ 3, 6, 9 എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലേ. അപ്പോൾ ഡിവൈഡിങ് ബൈ 3 നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3x ബൈ 3 പ്ലസ് 6y ബൈ 3 ഈക്വൽസ് 9 ബൈ 3. അപ്പം എന്താ ഇക്വേഷൻ? ഇത് കട്ട് ചെയ്ത് പോകത്തില്ലേ 3 3? അപ്പം മൈനസ് എക്സ് പ്ലസ് 3യും 6ഉം കട്ട് ചെയ്ത് 2 വരും. 2y ഈക്വൽസ് 9 ബൈ 3 ഈസ് 3. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എക്സും വൈയും കിട്ടും. എഴുതി സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ 4x മൈനസ് 5y ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് എക്സ് പ്ലസ് 2y is equal to 3. ഫസ്റ്റ് സെക്കൻഡ്. അപ്പോഴേ നോക്കിക്കേ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? മുകളിൽ 4, താഴെ -1, ഇവിടെ -5, 2. അപ്പം രണ്ടിനെയും ഈക്വൽ ആക്കണം അല്ലേ. നമുക്ക് ഇവിടെ 4, അപ്പോൾ ഈ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കാര്യം കഴിഞ്ഞില്ലേ. ഇവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 2 കൊണ്ട് മുകളിലും 5 കൊണ്ട് താഴെ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. 4x മൈനസ് 5y ഈക്വൽ ടു 0. സെക്കൻഡ് ഇൻറ്റു 4 gives, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് എഴുതാം. 4x മൈനസ് 5y is equal to 0. 4 gives minus 4x plus 4 into 2, 8y equal to 3 into 4, 12. നോക്കിക്കേ, രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഈക്വലും ഡിഫറൻറ്റ് സൈനും അപ്പോഴും ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ? ഇത് രണ്ടും കട്ട് ചെയ്യും. പ്ലസ് 4x മൈനസ് 4x പോകും. മൈനസ് 5y പ്ലസ് 8y. അപ്പോൾ എന്താണ്? ആഡ് ചെയ്യുമ്പോൾ 3y കിട്ടും ഈക്വൽസ് 12. Therefore y is equal to 12 by 3 ഈക്വൽസ്. അപ്പോൾ y കിട്ടി. നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? ഇതാ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു രണ്ടാമത്തെ എല്ലാം കൊടുക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ 2 ഇൻറ്റു y is 4 ഈക്വൽസ് 3. മൈനസ് എക്സ് പ്ലസ് 8 ഈക്വൽസ് 3. എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ഈക്വൽ 3 മൈനസ് 8 ഈക്വൽസ് -5. രണ്ടിടത്ത് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് കട്ട് ചെയ്ത് പോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടി. നമുക്ക് നമ്പർ എഴുതാം. നമ്പർ ഈക്വൽസ്, therefore number equals എന്താണ്? 10x പ്ലസ് 5, 10 ഇൻറ്റു 5 പ്ലസ് 4, അതായത് 54 എന്ന് കിട്ടും. നമ്മൾ നമ്പർ എത്ര കിട്ടി? 54. ഓക്കെ, ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? അതായത് നമുക്ക് രണ്ട് സംഖ്യകളുണ്ട്. അപ്പം ഒരു സംഖ്യയുടെ 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങായി. അതുപോലെ 20 രണ്ടാമത്തെ സംഖ്യയോട് 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങായി. എങ്കിൽ സംഖ്യകൾ ഏവ? ഇതാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമ്മൾ വായിച്ചാണല്ലേ. അതിൻ്റെ അകത്ത് രണ്ട് സംഖ്യകളുണ്ട്. 11 added to a number gives twice another number. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് എന്നും സെക്കൻഡ് നമ്പർ വൈ എന്നും എടുക്കാം. ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ബി എക്സ് ആൻഡ് ദാറ്റ് ഓഫ് second number
ബി വൈ. അപ്പം ഫസ്റ്റ് നമ്പർ എക്സ് എന്നും സെക്കൻഡ് നമ്പർ വൈ എന്നും എടുക്കാം. എന്താണ് തന്നിരിക്കുന്ന കണ്ടീഷൻ? 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പം ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് 11 ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ മീൻസ് ട്വൈസ് സെക്കൻഡ് നമ്പർ 2y. ഇത് നമുക്കറിയാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ദ ഗിവൺ ഇൻഫോർമേഷൻ വി ഹാവ് ദ ഇക്വേഷൻ x plus 11 equals 2y. ഈ 2y ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, 11 അപ്പുറത്ത് കൊണ്ടുപോവാം. x minus 2y equals minus 11 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ് പറയുന്നത്? 20 added to the second number. സെക്കൻഡ് നമ്പർ ഏതാണ്? y. വൈയുടെ കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈസ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ്. ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ, ദറ്റ് ഈസ് 2x. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. 2x y അപ്പുറത്തുണ്ടാവും, മൈനസ് y ഈക്വൽസ് 20. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ നമുക്കിവിടെ എഴുതി സോൾവ് ചെയ്യാം. x മൈനസ് 2y ഈക്വൽസ് മൈനസ് 11 ആൻഡ് 2x മൈനസ് y ഈസ് ഈക്വൽ ടു 20. ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻ. അപ്പം ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കിക്കേ. ഇവിടെ 2, ഇവിടെ 1. അപ്പം ഇതിനെ 2 ആക്കിയാൽ പോരെ. ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, മൈനസ് 2 മൈനസ് 1. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y ഈക്വൽ ആവും. ഇവിടെ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ആവും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷന് y ഈക്വൽ ആവും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 2 gives 2x minus 4y ഈക്വൽസ് മൈനസ് 22. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ താഴെ എഴുതുന്നു. 2x മൈനസ് y ഈസ് ഈക്വൽ ടു 20. നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യാണ്. രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈനാണ് എന്ത് ചെയ്യുമായിരുന്നു? ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ മൈനസ്, ഈ മൈനസിന് ഞാൻ എന്താക്കുന്നു? പ്ലസ്. ഇവിടെ പ്ലസ്സിന് മൈനസ് ആക്കുന്നു. ഇത് ക്യാൻസലായി പോവും. മൈനസ് 4y പ്ലസ് y. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത സൈനാണ് വീണ്ടും നോക്കേണ്ടത്. മൈനസ് 4y പ്ലസ് y ഈസ് മൈനസ് 3y ഈക്വൽസ് മൈനസ് 22 മൈനസ് 20. അപ്പോൾ എത്ര വരും? മൈനസ് 42. അപ്പോൾ ഇതിൽ നമുക്ക് y കിട്ടത്തില്ലേ? നമുക്ക് y കിട്ടും. y ഈസ് ഈക്വൽ ടു മൈനസ് 42 ബൈ മൈനസ് 3. എത്ര പ്രാവശ്യം പോവും? നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്ത് പോവും. 1 3 3 14. y ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടി. അപ്പോൾ y 14 കിട്ടി. നമുക്ക് എക്സ് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്ത് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ വൈക്ക് 14 കൊടുക്കുക. എക്സ് മൈനസ് 2 ഇൻറ്റു 14 ഈക്വൽസ് മൈനസ് 11. എക്സ് മൈനസ് 14 2 28 മൈനസ് 28 ഈക്വൽസ് മൈനസ് 11. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 28 അപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ പ്ലസ് 28. ഇപ്പം എത്ര വരും? 8 നിന്ന് പോയാൽ 7, 2 നിന്ന് പോയാൽ 1. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 17 കിട്ടി. അപ്പോൾ നമുക്ക് നമ്പർ എഴുതിക്കൂടെ? നമ്പർ എന്താണ്? 17 പിന്നെന്താണ്? 14. നമ്പേഴ്സ് 17 ആൻഡ് 14. അപ്പോൾ ലാർജർ നമ്പർ ഈസ് or first number is 17, second number is 14, or first number is 14 or second number is 17. എന്തായാലും നമുക്ക് നമ്പേഴ്സ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമ്മൾ ഫസ്റ്റ് നമ്പർ 17 എന്നാണ്, എക്സ് എന്നാണ് എടുത്തത്, 17. സെക്കൻഡ് നമ്പർ 14. സോ നമ്പർ 17 ആൻഡ് 14. അപ്പോൾ നമ്മൾ 3 കണക്ക് ചെയ്തു. ഈ 3 നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.